രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് അമിത് ഷാ. ഭാരതത്തിലേത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദം. നക്സൽ മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച് CPM. ചർച്ച നടത്താൻ കേന്ദ്രം തയ്യാറാകണമെന്ന് PB. ഭാരതം തൊടുത്ത ജലബോംബ് നിർവീര്യമാക്കൂ, ഇല്ലെങ്കിൽ പട്ടിണി കിടന്നു ചാകും, വിലപിച്ച് പാക് സെനറ്റർ. സിന്ധു നദീജല കരാർ ഭാരതം മരവിപ്പിച്ചതോടെ പാകിസ്ഥാനിൽ പ്രതിസന്ധി രൂക്ഷം. രാജ്യത്തെ 90% വിളകളും 10-ൽ 9 പാകിസ്ഥാനികളും സിന്ധു നദീതടത്തെ ആശ്രയിക്കുന്നുവെന്നും സെനറ്റ് സമ്മേളനത്തിൽ സയ്യിദ് അലി സഫർ. वो इस पानी पे डिपेंड करती हैं. हमारे जितने पावर प्रोजेक्ट्स हैं, जितने डैम्स हैं, वो इसी पानी के ऊपर बने हुए हैं. तो इसलिए अगर ये हम इसको हम समझते हैं कि ये एक वाटर बॉम्ब हमारे ऊपर पड़ा हुआ है जिसको हमने डिफ्यूज़ करना है, इसको ख़त्म करना है. ഡൽഹിയിലും വാരാണസിയിലും പാക് ചാരന്മാർ പിടിയിൽ. സുപ്രധാന സുരക്ഷാ വിവരങ്ങൾ പങ്കുവച്ചെന്ന് കണ്ടെത്തൽ. കശ്മീരിലെ കിഷ്തവാറിൽ ഭീകരർക്കായി ഊർജിത തെരച്ചിൽ. പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം. സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാൻ ധാരണ. തീരുമാനം ഭാരതത്തിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ. രാഹുലിനെതിരെ ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധം. സൈന്യത്തെ അപമാനിച്ച രാഹുലിനെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ. രാഹുലിനെതിരെ സർവകലാശാല അധികൃതരും. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച് CPM. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ വധിച്ച സൈനിക നടപടിയെ അപലപിച്ച് പാർട്ടി. ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പോളിറ്റ് ബ്യൂറോ. ബംഗ്ലാദേശിൽ ഭരണ പ്രതിസന്ധി. രാജ്യസന്നദ്ധത അറിയിച്ച് മുഹമ്മദ് യൂനുസ്. തീരുമാനം ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ. സമ്മർദ്ദത്തിലാക്കി സൈനിക മേധാവിയുടെ അന്ത്യശാസനയും. വിശദമായി. പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് ലോകം കണ്ടതാണ്. ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും അമിത് ഷാ ഡൽഹിയിൽ പറഞ്ഞു. പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്നും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഭാരതത്തിന്റെ മണ്ണിൽ മതം ചോദിച്ച് നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയെ പ്രശംസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. वो आज दुनिया के सामने ऑपरेशन सिंदूर के बाद पूर्णतया एक्सपोज हो चुका है कि भारत में टेररिज्म पाक स्पॉन्सर्ड टेररिज्म है. इसमें अब दुनिया में किसी को शंका नहीं रही. आज पूरी दुनिया हमारी सेना की वीरता और मारक क्षमता की भूरी भूरी प्रशंसा कर रही है. പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ ദൃഢനിശ്ചയവും സായുധ സേനയുടെ വീര്യവും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കൃത്യതയുമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയത്. നിരവധി പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരതയെ രാജ്യം നേരിടുന്നുണ്ട്. ഇന്ന് ഭീകരതയ്ക്കെതിരെ ശക്തമായി നടപടിയെടുക്കാനും സർജിക്കൽ സ്ട്രൈക്ക് നടത്താനും രാജ്യം പ്രാപ്തമാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികൾ BSF വലയത്തിൽ സുരക്ഷിതമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പാക് ചാരൻ പിടിയിൽ. മക്സൂദ് ആലം തുഫൈലിനെ UP ATS അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ തുഫൈൽ പാകിസ്ഥാനുമായി പങ്കുവച്ചെന്ന് കണ്ടെത്തി.
ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയാണ് വാരണാസി സ്വദേശി തുഫൈലിനെ പിടികൂടിയത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും മറ്റും വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് കൈമാറിയെന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഡൽഹിയിലെ രാജ്ഘട്ട്, കാശിയിലെ ജ്ഞാൻവാബി, ഗംഗാതീരത്തുള്ള വിവിധ ഘാട്ടുകൾ എന്നിവയുടെ ചിത്രങ്ങൾ ഇയാൾ വാട്സപ്പിലൂടെ പാകിസ്ഥാനിലേക്ക് അയച്ചു. പാക് ഭീകര സംഘടന തെഹ്രീക്കെ ലബേക്കിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. പാക് ഭീകര സംഘടനകളുടെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുഫൈൽ അംഗമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചതിന് പ്രതികാരം ചെയ്യുക, ഇന്ത്യയിൽ ശരിയാ നിയമം നടപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചതായി UP ATS പ്രസ്താവനയിൽ അറിയിച്ചു. ജനം, ഡൽഹി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. സൈന്യത്തെ അപമാനിച്ച രാഹുലിനെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. ഡൽഹി സർവകലാശാലയിലാണ് പ്രതിഷേധം ഉയർന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം ഭാരതം തിരംഗായാത്രകൾ നടത്തി ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് സൈന്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. പാകിസ്ഥാനുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഭാരതത്തിന് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഹുൽ വിവാദത്തിൽപ്പെടുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെയാണ് ഡൽഹി സർവകലാശാലയിൽ പെൺകുട്ടികൾ രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ രാഹുൽ തയ്യാറായില്ല. ക്യാമ്പസിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന രാഹുലിന് വലിയ അടിയായി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് ക്യാമ്പസിലെത്തുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചത് NSU നേതാക്കളെ മാത്രമായിരുന്നു. ജനം, ഡൽഹി. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച് CPM. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ CPM അപലപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് CPM PB ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സുരക്ഷാസേന ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടത്തിയ ഭീകരവേട്ടയിൽ 27 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചത്. നിരോധിത ഭീകര സംഘടന CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബസവരാജുവും കൊല്ലപ്പെട്ട ഭീകരരിൽ ഉൾപ്പെടുന്നു. ഈ സൈനിക നടപടിയെ അപലപിച്ചാണ് CPIM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം രംഗത്തെത്തിയത്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും തയ്യാറാക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ നടക്കുന്ന സൈനിക നടപടിക്കെതിരെ CPM മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ ലേഖനവും വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് സാധാരണക്കാരെയും സൈനികരെയും ഇതിനകം മാവോയിസ്റ്റുകളും നക്സലുകളും കൊലപ്പെടുത്തി കഴിഞ്ഞു. സായുധ വിപ്ലവത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് രാജ്യത്ത് അധികാരം പിടിക്കുകയാണ് മാവോയിസ്റ്റുകളുടെ ലക്ഷ്യം. രാജ്യത്തിന് ആപത്തായ നക്സലുകളെയും മാവോയിസ്റ്റുകളെയും വെള്ളപൂശി CPIM മുൻപും രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. ജനം, ഡൽഹി. പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം. പാക് സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാനാണ് ധാരണ. ബെയ്ദു ഉപഗ്രഹ സേവനമാണ് ലഭ്യമാക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും സൈനിക ആസ്ഥാനങ്ങളും പൂർണ്ണമായും തകർന്നിരുന്നു. റഡാർ സംവിധാനങ്ങളും വൻതോതിൽ നശിച്ചു. പാകിസ്ഥാന്റെ ദൈനംദിന സൈനിക അഭ്യാസങ്ങൾ പോലും മുടങ്ങിയ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് വിമാനങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന പൊസിഷനിംഗ് സിസ്റ്റം ഉൾപ്പെടെ പാകിസ്ഥാന് നൽകാൻ ചൈന തീരുമാനിച്ചത്. ബെയ്ദു ഉപഗ്രഹ സംവിധാനങ്ങൾ വഴിയുള്ള നിയന്ത്രിത ഡാറ്റ ഉൾപ്പെടെ പാകിസ്ഥാന് കൈമാറാനാണ് തീരുമാനം. പാകിസ്ഥാന് ചൈന നേരത്തെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും നൽകിയിരുന്നു. ചൈനീസ് നിർമ്മിതമായ 2 യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിൽ ഭാരതം തകർത്തിരുന്നു. ചൈന നൽകിയ P-50 മിസൈലുകളും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരുന്നു. ഇത്തരം യുദ്ധവിമാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഇനിയും പാകിസ്ഥാന് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ചൈനീസ് സാങ്കേതിക വിദ്യ അനിവാര്യമാണ്. മാത്രമല്ല ചില വ്യവസായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ നടപടി കൂടിയാണ് ആധുനിക സംവിധാനങ്ങൾ ചൈന പാകിസ്ഥാന് ലഭ്യമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമീണ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കേരളത്തിന് കൂടുതൽ സമയം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ആവാസ് പ്ലസ് 2024 സർവേ സമയപരിധി ജൂൺ 6 വരെ നീട്ടി. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം.
സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പൊക്കും തലതിരിഞ്ഞ നിലപാടുകളും ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് വീട് നൽകാനുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി അവതാളത്തിലാക്കിയ സാഹചര്യത്തിലാണ് സർവേ പൂർത്തീകരണത്തിനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയത്. ആവാസ് പ്ലസ് 2024 സർവേ കേരളത്തിൽ ജൂൺ 6 വരെയാണ് നീട്ടിയത്. ഇതിനുള്ളിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ പൂർത്തിയാക്കണമെന്നതാണ് നിർദ്ദേശം. സർവേ കാലാവധി ഏപ്രിലിൽ അവസാനിച്ചിരുന്നു. കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് വൈകിപ്പിക്കുന്നതും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിലെ വിവേചനവും അന്യായമായി അപേക്ഷകരെ ഒഴിവാക്കുന്നതും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് കാലാവധി നീട്ടിയത്. സർവേ അട്ടിമറിച്ച സംസ്ഥാന സർക്കാർ നിലവിൽ ലൈഫ് മിഷൻ ലിസ്റ്റിലുള്ളവരെയും ഭൂരഹിത ഭവനരഹിതരെയും ഉൾപ്പെടുത്തിയും PMVY പദ്ധതി നടപ്പിലാക്കാനായിരുന്നു നീക്കം നടത്തിയത്. ഇതേ തുടർന്ന് 2021 മുതൽ വീടിന് അപേക്ഷ നൽകി ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയവരും സാങ്കേതിക കാരണങ്ങളാൽ വീട് ലഭിക്കാത്തവരും പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. ജനം, തിരുവനന്തപുരം. കേന്ദ്ര ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ നഗര ഗുണഭോക്താക്കൾക്കുള്ള അവസാന തീയതി ഈ വർഷം ഡിസംബർ വരെ നീട്ടി. നഗരപ്രദേശങ്ങളിലെ യോഗ്യരായ കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, താഴ്ന്ന വരുമാനക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്നിവർക്ക് വീട് ഉറപ്പാക്കുന്ന മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ് PMAY. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുറഞ്ഞ ചെലവിൽ വീട് നൽകുന്ന പദ്ധതി കൂടിയാണ് ഇത്. അപേക്ഷകരുടെ സ്റ്റാറ്റസ് ഓൺലൈനിലൂടെ അറിയാനാകും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 92 ലക്ഷത്തിലധികം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയും രാജ്യത്ത് എവിടെയും സ്വന്തമായി വീടില്ലാത്തവർക്കും അപേക്ഷിക്കാം. താഴ്ന്ന ഇടത്തരം വരുമാന വിഭാഗത്തിനും നിബന്ധനകൾക്ക് വിധേയമായി PMAYയെ ആശ്രയിക്കാം. ചേരികളിലോ അനധികൃത താമസ സ്ഥലങ്ങളിലോ താമസിക്കുന്ന കുടുംബങ്ങളും പദ്ധതിയിൽ അപേക്ഷിക്കാൻ യോഗ്യരാണ്. നഗര ഗ്രാമീണ മേഖല തിരിച്ചാണ് പദ്ധതി. ഔദ്യോഗിക പോർട്ടലിൽ അപേക്ഷാ ഫോം ലഭ്യമാണ്. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് പദ്ധതിക്കായി അപേക്ഷിക്കാം. 2025 ഡിസംബർ വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. നാഷണൽ ഡെസ്ക്, ജനം. ഭരണപ്രതിസന്ധിയിൽ ബംഗ്ലാദേശ്. ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധത അറിയിച്ചെന്ന് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് യൂനുസ് അറിയിച്ചു. ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെയും സൈനിക മേധാവിയുടെ അന്ത്യശാസനത്തെയും തുടർന്നാണ് തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് തുടരുന്ന പക്ഷം പദവിയിൽ തുടരാൻ ആവില്ല എന്നാണ് മുഹമ്മദ് യൂനുസിന്റെ നിലപാട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുഹമ്മദ് യൂനുസ് നിയന്ത്രിക്കുന്ന താൽക്കാലിക സംവിധാനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് റോഡ് മാപ്പ് തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഡിസംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്ന് സൈനിക മേധാവി വക്കർ ഉസ്സമൻ ഭരണകൂടത്തിന് നിർദ്ദേശവും നൽകി. ഇക്കാര്യങ്ങളെല്ലാമാണ് രാജ്യസന്നദ്ധ അറിയിക്കുന്നതിലേക്ക് മുഹമ്മദ് യൂനുസിനെ നയിച്ചത്. മുഹമ്മദ് യൂനുസിന്റെ മുൻ സഹപ്രവർത്തകൻ ഇദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചതായി സ്ഥിരീകരിച്ചു. യൂനുസ് ഭരണകൂടത്തിൽ നിന്ന് മാറി പുതിയ പാർട്ടി രൂപീകരിച്ച നഹീദ് ഇസ്ലാമാണ് ഇക്കാര്യം അറിയിച്ചത്. യൂനുസിന്റെ സഹപ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ രാജ്യ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നും നഹീദ് ഇസ്ലാം പറഞ്ഞു. സംഘർഷ കലുഷിതമാകുകയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയമെന്നാണ് പറഞ്ഞുവരുന്ന സൂചനകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഭാരതത്തിന്റെ നടപടി പാകിസ്ഥാൻ സെനറ്റിൽ ചർച്ചയായി. ഭാരതം തൊടുത്ത ജലബോംബ് സർക്കാർ നിർവീര്യമാക്കിയില്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടിണി കിടന്ന് ചാകുമെന്ന് സെനറ്റ് അംഗം സയ്യിദ് അലി സഫർ പറഞ്ഞു. പാകിസ്ഥാനിലെ കാർഷികോൽപ്പന്നത്തിൽ 90% സിന്ധു നദീജല കരാറിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ലോകത്തെ ജലദൗർലഭ്യം നേരിടുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണെന്നും സയ്യിദ് അലി സഫർ പറഞ്ഞു. പാക് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് സെനറ്റിൽ ഉയർന്ന വിമർശനം. अगर ये पानी का क्राइसिस नहीं अभी सॉल्व करेंगे तो हम भूखे मर सकते हैं. उसकी वजह ये है कि इंडस बेसिन जो है वो ही हमारा लाइफलाइन है. 3/4 जो पानी हमारा आता है सर टोटल बाहर से आता है. हमारी 9 में से 10 में से 9 लोग जो है ये इंडस वाटर बेसिन के ऊपर ही लाया करके अपनी जिंदगी बसर कर रहे हैं. 90% स्टेटिस्टिक्स के मुताबिक 90% जो हमारी क्रॉप्स हैं, जो हमारी फसलें हैं, वो इस पानी पे डिपेंड करती हैं. हमारे जितने पावर प्रोजेक्ट्स हैं, जितने डैम्स हैं, वो इसी पानी के ऊपर बने हुए हैं. तो इसलिए अगर ये हम इसको हम समझते हैं कि ये एक वाटर बॉम्ब हमारे ऊपर पड़ा हुआ है जिसको हमने डिफ्यूज करना है, इसको खत्म करना है. വിവരങ്ങളുമായി മഹേഷ് ഒപ്പം ചേരുന്നു. മഹേഷ്,
യുദ്ധസമാനമായൊരു സാഹചര്യം കഴിഞ്ഞു. അവിടെ വിജയം നമുക്കായിരുന്നുവെന്ന് എല്ലാ തെളിവുകളും വ്യക്തമാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഭാരതത്തിൻ്റെ നയതന്ത്രവും വിജയിച്ചു എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. നമ്മൾ ഈ കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എത്രത്തോളം പ്രതിസന്ധിയിലാണ്, പാകിസ്ഥാനിലെ കർഷകരും അവിടുത്തെ കാർഷികോൽപാദനവും എത്രത്തോളം പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പാക് സെനറ്റർ സയ്യിദ് അലി സഫറിന്റെ വാക്കുകൾ. അദ്ദേഹം പാകിസ്ഥാൻ തെഹരിക്ക് ഇൻസാഫിന്റെ പാർട്ടി നേതാവാണ്. അദ്ദേഹം സെനറ്റിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീതടം പാകിസ്ഥാന്റെ ജീവനാഡി എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ കാർഷിക വിളകളുടെ ഏതാണ്ട് 90%, കാർഷികോൽപാദനത്തിന്റെ ഏതാണ്ട് 90% അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ സിന്ധു നദീജല കരാറിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ ഇന്ത്യ തൊടുത്തുവിട്ട ഈ ജലബോംബ് നിർവീര്യമാക്കിയില്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം, പാക് സർക്കാർ ഇടപെടണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ സെനറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഈ പാക് സെനറ്ററുടെ വാക്കുകളെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവും. ഒപ്പം തന്നെ ഭാരതം ഇക്കാര്യത്തിൽ ഉറച്ച ഒരു നിലപാടാണ്. അതിൽ ഒരു ചെറിയ ശതമാനം പോലും പിന്നോട്ട് പോകുന്ന നിലപാട് ഭാരതം കാണിച്ചിരുന്നില്ല. അതായത് ആദ്യം തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം വളരെ ശക്തമായി തന്നെ നമ്മൾ പറഞ്ഞാണ് രക്തവും വെള്ളവും ഇനി ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ള നിലപാടാണ്. അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഭാരതം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാക് സെനറ്ററുടെ പ്രസ്താവന പാകിസ്ഥാൻ സർക്കാരിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കും. നമുക്കറിയാം പല രീതിയിലുള്ള ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നിലനിന്ന സമയത്തുമൊക്കെ പാകിസ്ഥാൻ അവരുടേതായ കഥകൾ മെനയുകയും അത് പ്രചരിപ്പിക്കുകയും അന്താരാഷ്ട്ര വേദികൾ ഉൾപ്പെടെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം പ്രകോപനം ഉണ്ടാകുന്നുവെന്നും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാന്റെ ആ നുണപ്രചാരണങ്ങൾ അതൊന്നും വിലപ്പോവില്ല. അത് പാകിസ്ഥാൻ ഭാരതം സ്വീകരിച്ച നയതന്ത്രപരമായ ഒരു തിരിച്ചടി അത് കുറിക്ക് കൊണ്ടുവന്ന് തന്നെയാണ് ഈ പാകിസ്ഥാൻകാരുടെ വാക്കുകൾ നമുക്ക്. മറ്റൊരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ ദിവസം UN പറഞ്ഞിരുന്നു പാകിസ്ഥാൻ കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത് എന്ന്. ഇപ്പോൾ അത് ശരിവെക്കുന്നു പാകിസ്ഥാൻ ആഭ്യന്തര സംവിധാനത്തിലെ പ്രതികരണങ്ങൾ. അതായത് പാകിസ്ഥാന്റെ ദുരവസ്ഥ ഓരോ ദിവസവും അവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, അല്ലേ? അതെ, നമുക്ക് നേരത്തെ അറിയാം പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പുതിയ വാർത്തയല്ല. കാരണം മുൻപും അവിടെ ഭരണപരമായ അസ്ഥിരതകൾ നിലനിന്ന രാജ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പണപ്പെരുപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല കാര്യങ്ങളും പാകിസ്ഥാനെ ഉയർത്തുമുട്ടിച്ചിരുന്നു. നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം IMFന്റെ ഒരു അധിക വായ്പയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചതും അത് അവർ അനുവദിച്ചു കൊടുത്തതും ഒക്കെ കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വാർത്തയായിരുന്നു. അത്തരത്തിലുള്ള അന്താരാഷ്ട്ര സഹായങ്ങളോട് കൂടി തന്നെയാണ് രാജ്യത്തെ കടക്കെണി അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അതായത് കാർഷികോൽപാദനത്തെ ഗണ്യമായി ദോഷകരമായി ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അധികം അതാ സാമ്പത്തികമായ തിരിച്ചടിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ സർക്കാരിനെ ഒന്നുകൂടെ പ്രതിസന്ധിയിലാക്കാനിരിക്കുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഈ സെനറ്റംഗങ്ങളെയൊക്കെ ഈ ഭയപ്പെടുത്തുന്നതുമായ ഒരു സ്ഥിതി ഇതിനോട് സംജാതമായിരിക്കുന്നു. ശരി, സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഭാരതത്തിന്റെ നടപടി പാകിസ്ഥാനെ എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നു, അവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഓരോ ദിവസവും അവർക്കുള്ളിലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു മഹേഷ്. കേരളം കടക്കണിയിലാണെന്നത് വ്യാജ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. എന്നാൽ കിഫ്ബിക്കെതിരെയും വിമർശനം ഉയർന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പദ്ധതികളുടെ കാര്യത്തിൽ അവ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാടിന്റെ പുരോഗതി കണക്കാക്കി സ്വീകരിക്കുന്ന സർക്കാരിനെ ആ എതിർപ്പുകൾ വലിയ പ്രശ്നമായി കാണേണ്ടി വന്നില്ല. നല്ല രീതിയിൽ തന്നെ അതിലിടപെടുകയും
ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസനം വൻതോതിലുള്ളതാണ്. നമ്മുടെ ഔട്ടർ റിംഗ് റോഡും അവിടെയുള്ള റെയിൽവേ ലൈനുമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ, സാധാരണ അതൊരു ശൈലിയിൽ പറയുന്നതാണ്, പക്ഷേ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് ഈ മാസം 27 മുതൽ 29 വരെയാണ് സന്ദർശനം. മോസ്കോയിൽ നടക്കുന്ന 13ാമത് NSA അന്താരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കും. റഷ്യ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ദു യോഗത്തിൽ അധ്യക്ഷനാകും. റഷ്യയിലെത്തുന്ന അജിത് ഡോവൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്തേ.